വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു സമുദായ നേതാവ് നിരന്തരമായി മുസ്ലിം സമുദായത്തിനെതിരെയും അതിലെ വ്യക്തികൾക്കെതിരെയും വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടും അദ്ദേഹത്തിനെ പിടിച്ചുകെട്ടാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്താണ് വെള്ളാപ്പള്ളി നടേശനെ ഇത്തരം പരാമർശങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവായി നിന്നിട്ട് ആ സമുദായത്തിന് നേടിക്കൊടുക്കേണ്ട പല കാര്യങ്ങളും തൻ്റെ കഴിവുകേടുകൊണ്ട് നേടിക്കൊടുക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ അതിൽ നിന്നുള്ള തൻ്റെ കഴിവുകേട്, തൻ്റെ കഴിവുകെട്ടതായ തീരുമാനങ്ങൾ അത് സ്വന്തം സമുദായത്തിൻ്റെ മുന്നിൽ മറച്ചുവെക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഇത്രയും കഴിവുകെട്ടതായ ഒരു മത നേതാവ് അല്ലെങ്കിൽ സമുദായ നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഉത്തരം. എന്തുമാത്രം വർഗീയ പരാമർശങ്ങളാണ് ഇദ്ദേഹം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സുകുമാർ അഴീക്കോട് പറഞ്ഞ പോലെ ആ സമുദായത്തിൽ കയറിക്കൂടിയതായ ഒരു വിഷപ്പാമ്പാണ് ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടേണ്ടത് അദ്ദേഹത്തിൻ്റെ വൃത്തികെട്ടതായ വർഗീയ വാദം നിലനിൽക്കുന്നതായ നാവിനും ഹൃദയത്തിനും കടിഞ്ഞാണിടേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. ആ ഭരണകൂടം അതിന് തയ്യാറാവൽ നിർബന്ധമാണ്. അല്ലാതെ ഈ ഇടതുപക്ഷം ചിന്തിക്കുന്നത് പോലെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് നേട്ടം കൊയ്യാമെന്നുള്ളത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ്. ഇവിടുത്തെ കേരള ജനത ഉത്ബുദ്ധരാണ്. നിങ്ങളെയും ഈ വർഗീയവാദിയെയും വലിച്ച് കടലിലേക്ക് എറിയുക തന്നെ ചെയ്യും.